കോഴിക്കോട് സ്വകാര്യ ബസ്സുകൾ കൂട്ടിയിടിച്ച് 20 പേർക്ക് പരിക്ക്. വടകര നാദാപുരം സംസ്ഥാന പാതയിൽ വെള്ളികുളങ്ങരയിലാണ് അപകടമുണ്ടായത്. ബസിന്റെ നിയന്ത്രണം നഷ്ടമായി മറ്റൊരു ബസ്സിൽ ചെന്നിടിക്കുകയായിരുന്നു. വിവരങ്ങളുമായി ആകാശ് തടത്തിൽ ചേരുന്നു. ആകാശ്, 20 പേർക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നാണ് വിവരം. ആരുടെങ്കിലും ആരോഗ്യനില ഗുരുതരമാണോ? മറ്റു വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? അഖില, ഇന്ന് ഉച്ചയ്ക്ക് ഏകദേശം 1:30 കൂടിയാണ് ഈ അപകടം ഉണ്ടാകുന്നത്. വടകര നാദാപുരം സംസ്ഥാന പാതയിലുള്ള വെള്ളിക്കുളങ്ങര എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ചിട്ടാണ് ഈ ഒരു അപകടം സംഭവിക്കുന്നത്. ബസ്സിലുണ്ടായ 20 പേരാണ് അപകടത്തിൽ പരിക്കേറ്റിരിക്കുന്നത്. ഇതിൽ ആരുടെയും നില ഗുരുതരമല്ല, എല്ലാവർക്കും നിസ്സാരമായ പരിക്കുകളാണ്. അവരെ തന്നെ ഉടനെ തന്നെ നാദാപുരത്തുള്ള വിവിധ ആശുപത്രിയിലായി പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. മസാഫി ബസ്സും എതിർദിശയിൽ വരികയായിരുന്ന കൈലാസ് ബസ്സും തമ്മിലാണ് കൂട്ടിയിടിച്ചത്. ഈ ഭാഗത്ത് ഉച്ചയ്ക്ക് ശേഷം വലിയ രീതിയിലുള്ള മഴയുണ്ടായിരുന്നു. അതിനാൽ തന്നെ ബസിന്റെ നിയന്ത്രണം നഷ്ടമാവുകയും എതിർ ദിശയിൽ വന്ന ബസ്സുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാം, ഈ ബസ്സിന്റെ മുൻഭാഗമെല്ലാം തകർന്നിട്ടുണ്ട്. അതിനാൽ തന്നെ ബസ്സിലെ ഡ്രൈവർ ഉൾപ്പെടെ ഈ മുൻഭാഗത്തിരുന്നവർക്കാണ് പരിക്കേറ്റിട്ടുള്ളത്. ഏകദേശം 20ഓളം പേർക്കാണ് പരിക്കേറ്റിട്ടുള്ളത്. അതിൽ കാര്യമായ പരിക്ക് ആർക്കുമില്ല, ആർക്കും ഗുരുതരമായ പരിക്കുകൾ ഒന്നും തന്നെ ഇല്ല. നിസ്സാര പരിക്കുകളുടെ രക്ഷപ്പെടുകയായിരുന്നു. ഈ മഴ പെയ്തതിനാൽ തന്നെ റോഡിൽ വലിയ രീതിയിൽ വെള്ളമുണ്ടായിരുന്നു. അതിനാൽ തന്നെ ബസ് തെന്നിപ്പോയി നിയന്ത്രണം നഷ്ടപ്പെട്ട് ഈ ബസ്സിൽ ഇരിക്കുകയായിരുന്നു എന്നാണ് പ്രദേശവാസികളും കൂടാതെ തന്നെ ഇത് കണ്ടവരും പറയുന്നത്. ഏതായാലും തലനാരിഴയ്ക്ക് അപകടം മാറി എന്ന് വേണം പറയാൻ. വലിയ അപകടത്തിലേക്ക് ഉൾപ്പെടെ പോകേണ്ടതായിരുന്നു. വലിയ ഒരു അപകടമാണ് ഉണ്ടായിരിക്കുന്നത്. നിലവിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട ബസ് മറ്റൊരു ബസ്സിൽ ചെന്ന് വലിയ ആഘാതത്തിൽ തന്നെ ഇരിക്കുകയായിരിക്കും. നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം, ഈ ഒരു ബസ്സിന്റെ മുൻഭാഗം പൂർണ്ണമായി തകർന്നിട്ടുണ്ട്, ഗ്ലാസ് ഉൾപ്പെടെ തകർന്നിട്ടുണ്ട്. എന്നാൽ ഭാഗ്യം കൊണ്ട് മാത്രമാണ് അധികം ആർക്കും പരിക്കേൽക്കാത്തതും വലിയ രീതിയിലുള്ള പരിക്ക് ഏൽക്കാതിരുന്നത്. ശരി ആകാശ്.